CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇന്നലെ MP ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൻ്റെ വികസനത്തിന് ചരടുകളില്ലാത്ത നിക്ഷേപം സ്വീകരിക്കാനുള്ള തീരുമാനമുണ്ട്. അതിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അങ്ങനെ സഹകരണ മേഖലയിലും മറ്റ് അടഞ്ഞു കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടക്കം. ഇതൊന്ന് വിശദമാക്കാമോ? പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ രേഖ പുറത്തു വരുന്നതിന് മുമ്പ് കുറേ ആളുകൾ ഊഹാപോഹം പ്രചരിപ്പിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്, LDF ഗവൺമെൻറ് അതിൻ്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്മാറി എന്നല്ല. ഇന്നലെയാണ് പൊതുമേഖലാ സംരക്ഷണം എന്ന പ്രശ്നം ഉയർത്തിയ പ്രമേയം സമ്മേളനം പാസ്സാക്കിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ ദേശീയ പണിമുടക്ക് നടക്കാൻ പോവുക, അത് വിജയിപ്പിക്കണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുക എന്നത് LDF സർക്കാരിൻ്റെ നയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ അതിൻ്റെ യൂണിറ്റ് വിൽക്കാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പൊതുമേഖലയിൽ സംരക്ഷിച്ച് വീണ്ടും തുറന്നത് കേരള ഗവൺമെൻറ്റാണ്. ഇതൊക്കെ കാണാതെയാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. എന്നാൽ ദീർഘകാലമായി അടഞ്ഞു കിടക്കുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്തു പോയ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ടെക്നോളജി പുതുതായി പുതുക്കലോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കലോ പോലും കഴിയാത്ത വിധത്തിൽ അതിൻ്റെയൊക്കെ ഭൂമികളുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത തീർത്തെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൂടെ എന്നതാണ് ആശയം. അതിന് കേരള ഗവൺമെൻറ്റിന് വലിയ തോതിൽ മൂലധന നിക്ഷേപം നടത്താനുള്ള കഴിവില്ല. ചില അടിയന്തര മേഖലയിൽ, ഉദാഹരണ പശ്ചാത്തല വികസന മേഖലയിലും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലയിലും വലിയ തോതിൽ ഗവൺമെൻറ് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പുതിയ നയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പുതിയ നിക്ഷേപമൊക്കെ നടത്താൻ കഴിയില്ല. നിലവിലുള്ളതിനെ സംരക്ഷിച്ചു പോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുതിയ വ്യവസായ വികസനത്തിന് ഇത്തരം സാധ്യത ആലോചിച്ചുകൂടെ? സ്വകാര്യ വ്യവസായങ്ങൾ കേരളത്തിൽ വരുന്നതിന് LDF എതിരല്ല. 57 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മാവൂരിൽ ബിർളയുടെ ഫാക്ടറി വന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുത്തത്. നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് നിബന്ധനകളില്ലാതെ, സംസ്ഥാന താൽപ്പര്യത്തിന് ഹാനികരമായ നിബന്ധനകളില്ലാതെ ആര് കൊണ്ടുവന്നാലും അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുവരെ ഗവൺമെൻറ് എടുത്ത നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇപ്പോഴും വരുത്തുന്നില്ല. ഇതുമായി ഇപ്പം നമ്മുടെ കേരളത്തിലെ വ്യവസായ വികസനത്തെ സംബന്ധിച്ച് വളരെ തുറന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി ചർച്ചകളിലൊക്കെ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ മുതലാളിത്തത്തിൻ്റെ വഴിയിലേക്ക് CPM നീങ്ങുകയാണ്, മാർക്സിസം ലെനിനിസം ഒക്കെ പതുക്കെ മാറ്റിവെക്കുകയാണ്. അങ്ങനെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ, അടഞ്ഞു കിടക്കുന്നത് അടഞ്ഞു തന്നെ കിടന്നാലും വേണ്ടില്ല, ഇത്തരത്തിലൊരു നയമാറ്റം പാടില്ല. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് അങ്കമാലി ടെൽക്ക്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം, വികസനത്തിന് വേണ്ടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ഒരു കരാറുണ്ടാക്കി. അവരുടെ സാങ്കേതിക വിദ്യയുടെ ഒരു കൂടിച്ചേരലും കുറച്ച് ധനസഹായമൊക്കെ കിട്ടിയാൽ ഇതിനെ വലിയ തോതിൽ വികസിപ്പിക്കാൻ കഴിയും. ഇതായിരുന്നു ചർച്ച. ഞങ്ങളത് അംഗീകരിച്ചു. ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിന് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടി ടെൽക്കിൻ്റെ കുറച്ച് സ്ഥലം അന്ന് KSIDC ഏറ്റെടുത്ത്, KSIDC എന്ന് പറഞ്ഞാൽ വേറെ സ്ഥാപനമാണ്, സ്വകാര്യ സംരംഭകരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കി. കുറേ സംരംഭങ്ങൾ വന്നു. ഇതൊന്നും ഒരു പുതിയ കാര്യമേ അല്ല. കേരള സോപ്സ് ദീർഘകാലം പൂട്ടിക്കിടന്നതാണ്. LDF ഗവൺമെൻറ് 2006 ഞാൻ മന്ത്രിയായി വരുമ്പോൾ അത് പഴയ നിലയിൽ പുനരുദ്ധരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സോപ്പ് ഫാക്ടറി വയബിളാണ് എന്ന് കണക്കാക്കി അതിൻ്റെ ഒരു ഭൂമി ഒരു സോപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടാക്കി. മറ്റ് ഭൂമി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റും കൊടുത്ത് മറ്റ് സംരംഭങ്ങളിലേക്ക് പോയി. പഴയത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ആ സോപ്പ് ഫാക്ടറി മനോഹരമായി നടക്കുന്നു. അപ്പുറത്ത് വന്ന ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നന്നായി നടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊരു നയം മാറ്റമേ അല്ല, നിലവിലുള്ള പൊതുമേഖലയെ സംരക്ഷിക്കാനും സർക്കാരിൻ്റെ നയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വികസനം സാധ്യമാക്കാനുമാണ്.